വെൽക്കം സ്റ്റുഡൻസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സിനെ കുറിച്ചാണ്. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. നമ്മൾ 2 ടൈപ്സ് ഓഫ് മൊമെൻറ്റ്, ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, യൂണിറ്റ് ഓഫ് മൊമെൻറ്റ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് മൊമെൻറ്റ് അബൌട്ട് എ ഫോഴ്സ് 0 ആവുന്നത്, ഈ കൺസെപ്റ്റൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് മൊമെൻ്റ് എന്ന് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് എന്ന് പറയുന്നത് ടേണിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോഴ്സിൻ്റെ ടേണിംഗ് എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ബാർ കാണാം. ഒയും എ എന്നും പറഞ്ഞ രണ്ട് എൻഡ് പോയിൻറ്റ്സ്. ഈ എൻഡിനെ, ലെഫ്റ്റ് എൻഡിനെ പോയിന്റ് ഞാൻ ഒ എന്ന് വിളിച്ചു, റൈറ്റ് എൻഡിനെ പോയിന്റ് ഞാൻ എ എന്ന് വിളിച്ചു. എയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു പി. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. എ എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു പി. ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റ് സെൻറ്റർ. ഒ എന്ന് പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റ് സെൻറ്റർ. ഏത് പോയിന്റിന് അബൌട്ടായിട്ടാണോ നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്, ഏത് പോയിന്റിന് അബൌട്ടായിട്ടാണോ നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റ് സെൻറ്റർ. എ എന്ന് പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഏത് പോയിന്റിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഈ ഒ എ എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റ് ആം. ഒ എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മൊമെൻ്റ് ആം. സോ ഈ ഒരു ഫോഴ്സിൻ്റെ ടേണിംഗ് എഫക്റ്റ് എന്താണ്? ഈ ഒ എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ടായിട്ട് നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു ഒ എ എന്ന് പറഞ്ഞ ഈ ഒരു ലെങ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. താഴോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒ എ എന്ന് പറഞ്ഞ ഈ ഒരു ലെങ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അല്ലേ? ഇതാണ് ടേണിംഗ് എഫക്റ്റ് ഓഫ് ദീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? മൊമെൻ്റ് എന്ന് പറയുന്നത്. ഏത് പോയിന്റ് അബൌട്ടായിട്ടാണോ മൊമെൻ്റ് എടുക്കുന്നത്, അത് ഒ എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ടായിട്ടാണ് ഞാൻ മൊമെൻ്റ് എടുക്കുന്നത്. സോ ഒയെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റ് സെൻറ്റർ. അതൊരു ഫിക്സഡ് പോയിന്റ് ആയിരിക്കും. ഇനി എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒ എന്ന് പറഞ്ഞ ഈ ലെങ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ എ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഇനി ഒ എന്ന് പറഞ്ഞാൽ മൊമെൻ്റാം. മൊമെൻ്റാം എന്ന് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഈ ഫോഴ്സ് ഇപ്പം നമ്മളെ പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇതാണ്. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ വരും, അല്ലേ? ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും മൊമെൻറ്റ് സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മളെ മൊമെൻറ്റ് സെൻറ്റർ ഏതാണ്? ഒ ആണ്. നമ്മളെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഏതാണ്? ഈ ഒരു ലൈനാണ്, അല്ലേ? സോ നമ്മളെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും നമ്മളെ മൊമെൻറ്റ് സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് മൊമെൻ്റാം. സോ ഈ ഫിഗറിൽ നിങ്ങൾക്ക്, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മൊമെൻറ്റ് സെൻറ്റർ എന്താണെന്നറിയാം, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്താണെന്നറിയാം. എന്താണ് മൊമെൻ്റാം? ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്, ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ദി മൊമെൻറ്റ് സെൻറ്റർ. സോ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് ഇൻറ്റു മൊമെൻ്റാം. ഫോഴ്സ് ഇൻറ്റു മൊമെൻ്റാം. നമ്മളെ ഫോഴ്സ് ഇവിടെ പി ആണ്, നമ്മളെ മൊമെൻ്റാം എന്ന് പറയുന്നത് ഇവിടെ ഒ എ ആണ്. സോ മൊമെൻ്റ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഒ എ. സോ ടേണിംഗ് എഫക്റ്റ് ഓഫ് എ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മൊമെൻ്റ്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഫിഗറിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഒ എ ആണ്. So moment, it is the turning effect produced by a force on the body on which it acts. It is the turning effect produced by a force on a body on which it acts. Moment of a force is equal to the product of the force and the perpendicular distance of the point about which the moment is required and the line of action of the force. അതായത് മൊമെൻറ്റ് സെൻറ്റർ, മൊമെൻ്റാം എന്ന് പറയുന്നത് ഇൻറ്റു ഫോഴ്സ്. ഇതിനാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? മൊമെൻ്റ് എന്ന് പറയുന്നത്. മൊമെൻ്റാം എന്ന് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഏതൊക്കെ തമ്മിലുള്ള, ഏത് പോയിന്റ് അബൌട്ടായിട്ടാണോ മൊമെൻ്റ് എടുത്തത്, മൊമെൻറ്റ് സെൻറ്ററും ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും. ഇത് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിളിക്കുന്ന പേരാണ് മൊമെൻ്റ്. ശരി, ഇപ്പം നിങ്ങൾക്ക് ഒരു ബാർ കാണാം. ഒയും എയും രണ്ട് എൻഡ് പോയിൻറ്റ്സ്. നിങ്ങളെ ഫോഴ്സ് ഇപ്പം എന്താണ്ട് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇപ്പം ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ പി എന്ന് പറഞ്ഞ ഫോഴ്സ് അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ഫോഴ്സിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് ഇതിനെ റിസോൾവ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ്, അതായത് പി സൈൻ തീറ്റ. ഒന്നെന്ന് പറയുന്നത് ഹൊറിസോണൽ കമ്പോണൻ്റ്, അതായത് പി കോസ് തീറ്റ. ഈ സ്ക്രീനിൽ കാണുന്ന കണക്ക് തന്നെ ഈ പിക്ക് ഇപ്പോൾ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പി സൈൻ തീറ്റയും, രണ്ടെന്ന് പറഞ്ഞാൽ പി കോസ് തീറ്റ. ഈ പി കോസ് തീറ്റയ്ക്ക് മൊമെൻ്റ് ഇല്ല. കാരണം അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്, അല്ലെ? ഒരു ഹൊറിസോണൽ ലൈനാണ്. ഈ പി കോസ് തീറ്റയുടെ ലൈൻ ഓഫ് ആക്ഷൻ എവിടെ കൂടാണ് പോകുന്നത്? ഒയിൽ കൂടാണ് പോകുന്നത്. അതായത് മൊമെൻറ്റ് സെൻറ്ററിൽ കൂടാണ് പോകുന്നത്.
അപ്പം എപ്പോഴെങ്കിലും ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പോകുന്നെങ്കിൽ അവിടെ മൊമെൻ്റ് ഇല്ല, കാരണം അവിടെ എന്തോ ഇല്ല, മൊമെൻറ്റ് ആം ഇല്ല. പക്ഷേ പി സൈൻ തീറ്റ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്, നമ്മളെ മൊമെൻറ്റ് സെൻറ്റർ ഇതാണ്. സോ നമുക്ക് മൊമെൻ്റ് ആം ഉണ്ട്, ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് ഉണ്ട്, ഒ എ ഉണ്ട്. സോ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കേസസിൽ നമുക്ക് പി കോസ് തീറ്റയ്ക്ക് മൊമെൻ്റ് ഇല്ല, ഏതിന് മാത്രമേ മൊമെൻ്റ് ഉള്ളൂ, പി സൈൻ തീറ്റയ്ക്ക് മാത്രമേ മൊമെൻ്റ് ഉള്ളൂ. സോ ഈ ഇൻക്ലൈൻ ഫോഴ്സ് ആയ പി എ നമ്മൾ റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻ്റ് ആക്കി, പി സൈൻ തീറ്റയും പി കോസ് തീറ്റയും. കമ്പോണൻ്റ് ആക്കിയപ്പോൾ പി കോസ് തീറ്റ ലൈൻ ഓഫ് ആക്ഷൻ ഒയിൽ കൂടാണ് പോകുന്നത്, മൊമെൻ്റ് ഇല്ല. പി സൈൻ തീറ്റയുടെ ലൈൻ ഓഫ് ആക്ഷൻ മൊമെൻറ്റ് സെൻറ്ററുമായിട്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് മൊമെൻ്റാം ഉണ്ട്. സോ നമ്മൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പി സൈൻ തീറ്റ ഇൻറ്റു ഒ. അപ്പം മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് സീറോ ആവുന്ന രണ്ട് കേസസ്. ഒന്നെന്ന് പറയുന്നത് ഞങ്ങളിപ്പം കണ്ടത് നമുക്ക് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് പാസസ് ത്രൂ ദി മൊമെൻറ്റ് സെൻറ്റർ. നിങ്ങൾ താണ്ടെ ഒയും എ എന്ന് പറഞ്ഞ രണ്ട് എൻഡ് പോയിൻറ്റ്സ്, നമ്മളെ പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെയാണ് പോകുന്നത്. സോ മൊമെൻ്റ് ഇല്ല. ഇനി പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും മൊമെൻറ്റ് സെൻറ്ററും ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ, ഇതാണ്ട് നമ്മളെ പോയിന്റ് ഇതാണ്, നമ്മളെ പോയിന്റ് ഇപ്പം ഇതാണ്, അവിടെയാണ് നമ്മളെ ഫോഴ്സ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്, പി എന്ന് പറഞ്ഞ ഫോഴ്സ് അവിടെയാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ മൊമെൻ്റ് എടുക്കുന്ന പോയിന്റും പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനും ഒരേ പോയിന്റാണ്, അവിടെ മൊമെൻ്റാം ഇല്ല. മൊമെൻ്റാം ഇല്ലെങ്കിൽ, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു മൊമെൻ്റാം ആണ്, മൊമെൻ്റാം സീറോ ആവുന്നത് കൊണ്ട് അവിടെ എന്തോ ഇല്ല, മൊമെൻ്റ് ഇല്ല. So moment of a force will be zero in two cases. ഒന്ന്, line of action of forces passes through the moment center. The point of application moment are the same point. യൂണിറ്റ് ഓഫ് മൊമെൻറ്റ്, മൊമെൻറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. മൊമെൻറ്റ് ഫോഴ്സിന് മൊമെൻ്റാം ആണ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മൊമെൻ്റാമിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. ഈ ടൈപ്സ് ഓഫ് മൊമെൻറ്റ്, രണ്ട് തരം മൊമെൻ്റ് ആണുള്ളത്. ആദ്യത്തെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഈ സ്ക്രീനിൽ കാണാം, ഈ ഫോഴ്സ് ഇപ്പോൾ പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് മൊമെൻറ്റ് സെൻറ്റർ ഫിക്സഡ് ആണ്. ഈ മൊമെൻ്റാം എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, പി എന്ന് പറഞ്ഞ ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ മൊമെൻ്റാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ലോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ മൊമെൻ്റാം അതായത് ഒ എ എങ്ങനെയാണ് ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് മൂലം റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് അബൌട്ടാണ്. കാരണം ഈ മൊമെൻറ്റ് സെൻറ്റർ എന്ന പോയിന്റ് ഫിക്സഡ് ആണ്. സോ ഈ ഒ എ എന്ന് പറഞ്ഞ മൊമെൻ്റാം ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇനി നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഒന്ന് കാണാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഈ ഒരു ഫോഴ്സ് പി എഫക്റ്റ് മൂലം, ഈ ഒരു ഫോഴ്സ് പിയുടെ എഫക്റ്റ് മൂലം നമ്മളെ മൊമെൻ്റാം എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ മൊമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ജനറലി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പോൾ എങ്ങനെയാണ് മൊമെൻ്റാം റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് എടുക്കുന്നത്. മൊമെൻ്റാം ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, മൊമെൻ്റാം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊമെൻറ്റും ടൈപ്സ് ഓഫ് മൊമെൻറ്റും പഠിച്ചു. വാരിഗൻസ് തിയറം എന്ന് പറഞ്ഞ തിയറത്തിൻ്റെ ഡെറിവേഷൻ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ഈ വീഡിയോയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്. നമ്മൾ അപ്കമിങ് വീഡിയോസിൽ വാരിഗൻസ് തിയറത്തിൻ്റെ ഡീറ്റെയിൽ ഡെറിവേഷനിലോട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.